ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കിരൂബുകൾ സറാഫുകൾ ദൂതരിവർ കിരൂബുകൾ സറാഫുകൾ ദൂതരിവർ സ്വർണ്ണക്കാഹളം കഴുത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് ആത്തുപാടുന്നോർത്തു കേൾക്കുവീനത് വലിയ പെരുവെള്ളത്തിനിറച്ചിൽ കൊത്തതാമൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി രാജാധിരാജനം സുതരിൽ നിന്നുക പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ മണ്ണിലുറങ്ങുന്നതാം മൃഗ മൃഗ ഇനി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി ശീഘ്രം ശീഘ്രം അതിസംബോധരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം തന്നെ നോക്കി പാർത്തിടും ജനം ജനം കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാരി പോകുമേ മോദാൽ മോദാൽ വാരി പോകുമേ മോദാൽ മോദാൽ വാരി പോകുമേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി കേട്ടിട്ടാശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമായി കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി. ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ ലക്ഷോപലക്ഷം
ലക്ഷം ദൂതർ സേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ ലക്ഷോപലക്ഷം ദൂതർ സേവിതരിതാ യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ വാരി വാരി വരുന്നു വാഴ്ത്തുവിൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പരമഗുരുവരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഗുരുക്കന്മാരുടെ ഗുരുവാണ്, ഉപദേഷ്ടക്കന്മാരുടെ ഗുരുവാണ്. ജീസസ് ഈസ് ദി മാസ്റ്റർ ഓഫ് ഓൾ ടീച്ചേഴ്സ് ആൻഡ് ദി ടീച്ചർ ഓഫ് ഓൾ മാസ്റ്റേഴ്സ്. ഗുരുക്കന്മാരുടെ ഗുരു. ആ കർത്താവായ യേശുക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. ദി ഇൻവിറ്റേഷൻ ഓഫ് എ ഗ്രേറ്റ് ഗുരു. എന്തിനാണ് ഗുരു ക്ഷണിക്കുന്നത്? പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെയാണ് പഠിപ്പിക്കുന്നത്? ശിഷ്യന്മാരെയാണ്. ഇവിടെ ഗുരുശിഷ്യ ബന്ധമാണ് നാം കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കേണ്ടതായ കാര്യങ്ങൾ. വചനം എന്തു പറയുന്നു? ധ്യാനിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കേണ്ടതായ കാര്യങ്ങൾ. അതിന് കർത്താവ് ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ട് നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ട്, വിട്ടു നിന്നുകൊണ്ട് ദൈവികമായ പ്രമാണങ്ങളും സത്യങ്ങളും പഠിക്കാൻ സാധ്യമല്ല. അത് കർത്താവിൽ നിന്ന് പഠിക്കുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റാരെയും അതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്നും സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാം, കീറ്റ്സ് എന്ന് പറയുന്ന ധാരാളം പോയംസ് എഴുതിയതായ, പദ്യങ്ങൾ എഴുതിയതായ കീറ്റ്സിനെ കുറിച്ച് വ്യക്തമായ നമുക്കൊരു ധാരണയോ അറിവോ വേണമെന്നില്ല കീറ്റ്സിൻ്റെ പോയട്രി പഠിക്കാൻ വേണ്ടിയിട്ട്. മെൻ്റലിസം പഠിക്കാൻ അതിൻ്റെ ഉപജ്ഞാതാവായ മെൻ്റലിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ ഗുരുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു നിന്നുകൊണ്ട് കർത്താവിൻ്റെ ദിവ്യമായിരിക്കുന്ന പ്രമാണങ്ങളും സത്യങ്ങളും പഠിക്കാനായിട്ട് സാധ്യമാകുകയില്ല. അതിന് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നതായ നിബന്ധന എന്താണ്? എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നുകം അത് 2 മൃഗങ്ങളെ ഒന്നിച്ച് കൃഷിസ്ഥലത്ത് ഉഴുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നുകം. ഒരു വശത്ത് ഗുരുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നുകത്തിന് കീഴിൽ, മറ്റേ അറ്റത്ത് ശിഷ്യനായിരിക്കുന്ന, സ്റ്റുഡൻ്റായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും, വിശ്വാസികളെ ഓരോരുത്തരെയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിൽ സ്നേഹത്തിൻ്റെ ചരടുകൊണ്ട് ബന്ധിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവികമായിരിക്കുന്ന പ്രമാണങ്ങൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും സാധ്യമാകുകയുള്ളൂ. നിലം ഉഴുതുമറിക്കുന്ന സമയത്ത് നല്ല പരിചയമുള്ളതായ, ഉഴുതു തെളിഞ്ഞതായ കാളയെ ഒരു വശത്ത് നിർത്തും, പുതിയതായ മൂരിക്കിടാക്കളെ മറുവശത്ത് ബന്ധിച്ച് നിർത്തും നുകത്തിന് കീഴിൽ. എന്തിനാണ്? ഈ പരിചയസമ്പന്നമായ മുതിർന്ന ഉഴുതു പരിചയമുള്ളതായ കാളയിൽ നിന്ന് പുതിയതായിരിക്കുന്ന ആ മൃഗത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലും ഈ പുതിയ മൃഗം നുകത്തിന് കീഴിൽ നിന്ന്
വഴുതി മാറാൻ വേണ്ടി നോക്കും, പക്ഷെ വിടുകയില്ല. കാരണം ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ശിക്ഷയും കിട്ടിയെന്ന് വരും. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ നുകം അത് മൃദുവാണ്, അത് ലഘുവാണ്, അത് ഭാരമുള്ളതല്ല. നിങ്ങൾക്ക് ചുമക്കാൻ വയ്യാത്ത ഭാരത്തിൻ്റെ ചുമടുകൾ, ന്യായപ്രമാണത്തിൻ്റെതായ ഭാരക്കെട്ടുകളൊന്നും നിങ്ങളുടെ ചുമലിൽ വെച്ച് തരികയില്ല. പ്രധാനമായും ഞാൻ ഒരു വശത്ത് നിന്നുകൊണ്ട് ഭാരങ്ങളെല്ലാം ചുമന്നുകൊള്ളാം. നിങ്ങൾ എന്നോട് ചേർന്ന് കാലടികൾ എടുത്തു വെച്ച് നടന്നാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഈ വചനശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിലേക്ക് എന്നെയും കൂടി നിന്നോട് ചേർത്തൊന്ന് അമിക്കണമേ, എനിക്ക് നിന്നോട് ചേർന്ന് നടക്കണം. വലിയ ഉദ്ദേശമുണ്ട്. ഒരു നുകത്തിന് കീഴിൽ മൃഗങ്ങളെ ബന്ധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ്. ആ നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്വതന്ത്രമായിട്ട് പോകാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമുക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിലേക്ക് വന്ന് അമിക്കപ്പെടാം. പാപത്തിൻ്റെ കീഴിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിലേക്ക് വരുന്നതായ ദൈവമക്കളെ, ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു തിരുവചനത്തിൽ നിന്ന്. എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം, നാം പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ചുങ്കക്കാരും പാപികളുമായ നീചരായ ആളുകളോട് ചേർന്ന് തേജോമയനായ ദൈവം സ്നേഹത്തോടെ ഇടപെടുന്നതും ഇരിക്കുന്നതും ബന്ധപ്പെടുന്നതും കണ്ട് പരീശന്മാർക്ക് ഇഷ്ടമായില്ല. അവരതിനെ ചോദ്യം ചെയ്യുകയാണ്. വായിക്കാം. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. തുടർന്ന് വായിക്കാം. എന്താണ് പഠിക്കേണ്ടത്? യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടി വായിച്ചേ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആദ്യം ഒരു ശിഷ്യൻ പഠിക്കേണ്ടത്, ആദ്യം ഒരു ദൈവവൈതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നുകത്തിനു കീഴിൽ ബന്ധിക്കപ്പെട്ട് നിന്നുകൊണ്ട് പഠിക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തു പാപികളുടെ സ്നേഹിതനാണ്, പാപികളെ കരുണയോടെ നോക്കുന്നവനാണ്, പാപികളോട് കരുണ കാണിക്കുന്നവനാണ്. രോഗത്താൽ വലയുന്നവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകുന്ന ഒരു വൈദ്യനെ പോലെ പാപികളെ തേടി വരുന്ന കർത്താവായ യേശുക്രിസ്തു കരുണയോടെ അവരെ പാപമോചനത്തിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊന്ന് പഠിക്കണം ദൈവമക്കളെ. എങ്ങനെയാണ് ഞാനിവിടെ ഈ വചനമായി നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി കരയറ്റുകയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ തേടി ചെന്നതല്ല, കർത്താവ് എന്നെ തേടി വന്നതാണ്. ഞാൻ കിടന്നത് ആഴമുള്ള പാപത്തിൻ്റെ കുഴിയിലാണ്. ഞാൻ കർത്താവിൽ നിന്ന് അന്യപ്പെട്ട് ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും അശുദ്ധിയുടെയും പ്രതാപത്തിൻ്റെയും, ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയും, ഭക്തിയുടെയും ആചാരങ്ങളുടെയും എല്ലാം പിന്നാലെ നടന്നതായ ഒരു പാപിയായ മനുഷ്യനാണ്. ഒരു സത്യവിശ്വാസത്തിൻ്റെ കണിക പോലും എൻ്റെ ജീവിതത്തിൽ അനുഭവമായിരുന്നില്ല. എന്നാൽ നല്ലവനായ കർത്താവ്, കൊടും പാപികളുടെ രക്ഷകനായിരിക്കുന്ന കർത്താവ്, ആഴമുള്ള കുഴിയിൽ ഒരു പന്നിയെപ്പോലെ ചേറ്റിൽ രസിച്ചു കിടന്ന, പാപത്തിൻ്റെ മട്ടുകുറ്റി കൊണ്ട് കിടന്നതായ എന്നെ തേടി വന്നു. പാപികളുടെ സ്നേഹിതനാണ്, പാപികളെ തേടി വന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ച്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ കാണുകയില്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യ അവതാരം ചെയ്തു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാമോ നിങ്ങൾക്ക്? ആ കാലുകൾ എങ്ങോട്ടെല്ലാമാണ് ഓടിപ്പോയത്?
ആരെല്ലാമാണ് തേടിപ്പോയത്? ആ ദേശത്തെ വിശുദ്ധന്മാരെ തേടിയാണോ? നല്ലവരെ തേടിയാണോ? അല്ല ദൈവമക്കളെ. ആ കാലുകൾ ഒരു സമയത്ത് പയ്യെ പയ്യെ എടുത്തു വെച്ച് പോകുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ അടുക്കലേക്കാണ്. ആർക്കും വേണ്ടാത്ത, എല്ലാവർക്കും തലവേദനയായിരുന്ന ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ അടുക്കലേക്കാണ്. കല്ലറയിൽ ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്നതായ ലാസറിന്റെ കല്ലറയുടെ അടുക്കലേക്കാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടൊരു സത്യം പറയട്ടെ. ഇന്ന് ആരെല്ലാം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവോ അവരുടെ അടുക്കലേക്ക്, പാപബോധമുള്ളവരുടെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ മഹത്വം, ഞാൻ പാപത്തിൽ നശിക്കുന്ന ഒരു കൊടും പാപിയാണ് എന്ന് വേദനയോടെ കണ്ണുനീരോടെ കരയുന്ന ദൈവമക്കളുടെ അടുക്കലേക്ക് അരിമനാഥൻ്റെ കാലുകൾ നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി തേടി അടുത്ത് നടന്നു വരികയാണ്. 99 വിട്ടേച്ച് ഇറങ്ങിപ്പോയതായ, തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതായ ആ കാട്ടിൽ നഷ്ടപ്പെട്ട ആട്ടിൻ കുഞ്ഞിനെ തേടിപ്പോകുന്ന കർത്താവായ യേശുക്രിസ്തു സത്യം നിങ്ങളോട് പറയട്ടെ എന്ന് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ ദിവസമായി മാറണം, കണ്ടുകിട്ടുന്ന ദിവസമായി മാറണം. കണ്ടുകിട്ടിയാലോ ശിക്ഷിക്കുകയല്ല, തോളിലെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ സന്തോഷം പങ്കിടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാഠശാലയിൽ നിന്ന് നുകത്തിൻ കീഴിൽ ബന്ധിക്കപ്പെട്ട് നാം പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, കർത്താവായ യേശുക്രിസ്തു പാപികളുടെ സ്നേഹിതനാണ്, പാപികളോട് കരുണ കാണിക്കുന്നവനാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? 119 സങ്കീർത്തനം 71 വാക്യം. 119 സങ്കീർത്തനം 71 വാക്യം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദൈവത്തിന് സ്തോത്രം. എന്താണ് കഷ്ടതയിലായിരിക്കുന്നതും ആയിരുന്നതും ഗുണമായി എന്ന് നിങ്ങൾ പോയി പഠിക്കണം. ജീവിതത്തിൽ വേദനകൾ, ജീവിതത്തിൽ കണ്ണുനീര്, ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, ചില ദുഃഖങ്ങൾ, മാത്രമല്ല സാമ്പത്തികമായ ചില തകർച്ചകൾ എല്ലാം സംഭവിക്കുന്നത് ദൈവമക്കളെ, അത് തരുന്നത് ദൈവമല്ല, പക്ഷെ അത് ശത്രുവാണ് തരുന്നതെങ്കിലും ദൈവം അറിയുന്നുണ്ട്. വലയുന്ന ദൈവമക്കളെ നോക്കി കഠിനഹൃദയനായി മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ ചില വേദനകൾ ദൈവം അനുവദിക്കുന്നത്. ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് വളരെ സുഖമായ സന്തോഷമായ ഒരു പ്രയാണമല്ല അവരുടെ മുമ്പിൽ വെച്ചത്, മരുഭൂപ്രയാണമാണ്. ജീവിതത്തിൽ അനേക വേദനകളിൽ കൂടി അവർ കടന്നു പോകേണ്ടി വന്നു. അനേക ശോധനയുടെ തീച്ചുളയിൽ കൂടി അവർ മുന്നോട്ട് ഗമിക്കേണ്ടതായിട്ട് വന്നു. അവരെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മരുഭൂപ്രയാണമാണ്. പത്രോസ്ലീഹ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 7 വാക്യവും 4 അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളും. 1 പത്രോസ് 1:7 വായിച്ച് കഷ്ടതയുടെ പ്രയോജനമാണ് അവിടെ പറയുന്നത്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ അത് ശോധനയാണ്, അത് പരീക്ഷയല്ല. അത് കർത്താവായ യേശുക്രിസ്തു അനുവദിച്ചു തരുന്ന ചില ശോധനകളാണ്. എന്തിനാണ്? ഏതെല്ലാം ഇടർച്ചകളും പ്രതികൂലങ്ങളും വന്നാലും കാൽവിരലൊരുക്കിയ രക്ഷയെക്കുറിച്ചുള്ളതായ വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിൻ രണ്ടാമത്തെ വരവെങ്കിലുള്ളതായ പ്രത്യാശയെക്കുറിച്ചുള്ള വിശ്വാസം, അതൊരിക്കലും ചോർന്നു പോകാതെ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ വേരുപിടിക്കുവാൻ തക്കവണ്ണം ചില കാറ്റും പ്രതികൂലങ്ങളും അനിവാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം നമ്മളെ തീയിൽ ഊതിക്കഴിച്ച് പൊന്നുപോലെ ശുദ്ധീകരിച്ച് അവന് രണ്ടാമത്തെ വരവിൽ എതിരേൽക്കുവാൻ തക്കവണ്ണം പറന്നു വരുവാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കളെ, ആ വരവിനു വേണ്ടി നമ്മളെ ഒരുക്കുന്നതായ ചില ശോധനകളാണത്. 4 അധ്യായം എടുത്ത് അതിൻ്റെ 12, 13, 16 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ജീവിതത്തിൽ ചില ശോധനകൾ വരുമ്പോൾ ഞെട്ടിപ്പോകരുത്. എന്തോ അപൂർവമായിരിക്കുന്നു, അപകടം വരാൻ പോകുന്നു എന്ന് ഭയപ്പെട്ടു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. എത്ര മനോഹരമായ ഒരു അവതരണമാണത്. കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ
ഒരു ദൈവത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജീവിതത്തിൽ വരുന്നതായ ചില കഷ്ടതകളും പ്രതികൂലങ്ങളും അതിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടുകയല്ല, ഭാരപ്പെടുകയല്ല, നിരാശപ്പെടുകയല്ല, എന്തുകൊണ്ടിങ്ങനെ ദൈവം തന്നു എന്ന് ചോദിക്കുകയല്ല, അതിൽ സന്തോഷിപ്പാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വായിക്കാം. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. ഒരു ആനന്ദത്തിലേക്കാണ്. ഇന്നത്തെ കണ്ണുനീര് നാളത്തെ ചിരിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇന്ന് ചില തീയിലുള്ളതായിരിക്കുന്ന ശോധനകൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മുന്നേറുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്നതായ, ശുദ്ധീകരിക്കുന്ന ചില രംഗങ്ങളാണ് 16-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ചില ഇല്ലായ്മകളും വല്ലായ്മകളും വേദനകളും ഞെരുക്കങ്ങളും പട്ടിണിയും ദുഃഖവും മുറവിളിയുമെല്ലാം ഉണ്ടോ ദൈവമക്കളെ? ദൈവത്തിന് സ്തോത്രം. അത് ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതല്ല, നിങ്ങളെ തീയിൽ ഊതിക്കഴിച്ച് കീടം മാറ്റിയതായ പൊന്നുപോലെ വിളങ്ങുന്നവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ളതിൽ ആരും സംശയമില്ല. കഷ്ടതകൾ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. കഷ്ടതകൾ നാം ഒന്ന് വിനയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അഹങ്കാരത്തോടെ, തൻ്റെ ഇടത്തോടെ, നട്ടെല്ല് നിവർത്തി എന്തിനും വഴങ്ങാത്ത ആളത്വത്തിൻ്റെ ഉടമകളായി നടക്കുന്നവരെ ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എന്നെ ഒന്ന് തകർക്കണം, എന്നെ ഒന്ന് ഉടയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ ഒന്ന് മെൽറ്റ് ചെയ്യണം കർത്താവേ. കഠിനമായിരിക്കുന്ന ഹൃദയം കൊണ്ട് അലിഞ്ഞു ചേരണം. അങ്ങനെ ജീവിതത്തിൽ ചില ചൂടുകൾ വരുമ്പോൾ അതെല്ലാം ഒന്ന് അലിയാൻ വളരെ നല്ലതാണ്. ദൈവമക്കളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ശോധനകൾ, അത് എനിക്ക് വഹിക്കാൻ വയ്യാത്ത വിധത്തിലുള്ളതായ ആഴമേറിയ ശോധനകൾ ദൈവം ഒരിക്കലും തരികയില്ല. എൻ്റേതായ പ്രാപ്തിക്ക് അപ്പുറമുള്ളതായ ശോധനകൾ തരികയില്ല. ആ ശോധനകളോട് നീക്കുപോക്കും എൻ്റെ ദൈവം തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ആരെല്ലാം ശോധനയുടെ തീച്ചുളയിൽ കൂടി കടന്നു പോകുന്നുണ്ട്, ദൈവത്തിൻ്റെ വേദനയുടെ ഇടുക്കവും ഞെരുക്കുമുള്ള വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്, ആ സമയത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തു വന്ന് നിന്നെ താങ്ങും, നിന്നെ തോളിലേന്തും, നിന്നെ യഥാസ്ഥാനപ്പെടുത്തും, നിന്റെ കണ്ണുനീര് തുടയ്ക്കും, മാറോടണയ്ക്കും. ഹാലലൂയ, ഹാലലൂയ. ഒന്ന് തലോടും. ഹാലലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട. നമ്മളുടേതായ ഓട്ടം ഈ ലോകത്തിൻ്റെതായ വഴികൾക്ക് എതിരായുള്ള ഒരോട്ടമാണ്. പ്രതികൂലത്തിന് കാറ്റുകൾ തീർച്ചയായിട്ടും വരും. ഒഴുക്കിനെതിരായാണ് നമ്മൾ ഒഴുകുന്നത്. ലോകത്തിൻ്റെതായ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്ന സുഖമായൊരു വഴിയല്ല. ഇതൊരു മുൾപാതയാണ്, ഇത് ക്രൂശിൻ്റെ പാതയാണ്. നമ്മളുടേതായ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ എന്താണ്? ക്രൂശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനാണ്. ക്രൂശിൻ്റെ പാത ദൈവമക്കളെ എല്ലാം കൊണ്ടും സുഖമുള്ളതും ഒരു ദുഃഖവും പ്രയാസമില്ലാത്തതുമല്ലല്ലോ. അത് നിന്ദയുടെ പാതയാണ്, അത് വേദനയുടെ പാതയാണ്, അത് ഇടുക്കമുള്ള പാതയാണ്, അത് രക്തത്തിൻ്റെ പാതയാണ്, അത് മുറിവുള്ള പാതയാണ്. ഹല്ലേലൂയ. എന്നാൽ അത് അവസാനം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചൈതന്യത്തിലേക്ക് നയിക്കുന്ന ജയത്തിൻ്റെ പാതയാണ്. ആ പാതയിലൂടെ ഒരിക്കലും നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ നമുക്ക് കഷ്ടതകൾ എൻ്റെ അവകാശമാണ് എന്ന് പാട്ടുപാടിക്കൊണ്ട് മുന്നേറാം. ഒന്ന്, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പാപികളുടെ സ്നേഹിതനെന്ന് പഠിപ്പീൻ. രണ്ട്, ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ നമുക്ക് നല്ലതാണ് എന്നുള്ള കാര്യം പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിലായത് നന്നായി എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് ഒരു വിശ്വാസം തരട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കണമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. മാത്രമല്ല, അടുത്ത വാക്യം കൂടെ വായിച്ചേ. തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചു. ഓരോ കുടുംബത്തിലുമുള്ള മാതാപിതാക്കന്മാർ പഠിക്കേണ്ട നിർണായകമായൊരു കാര്യം എന്നാണ്? ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കണം, ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. പോരാ, നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് നഷ്ടപ്പെട്ട് പോയ ഒരു ദൈവീക സ്വഭാവമാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഇന്ന് അനേകർക്കും മനുഷ്യനെയും ഭയമില്ല, ദൈവത്തെയും ഭയമില്ല. ആരാണ് ഈ ദൈവം?
ഹോരേബിൽ, സീനായ് മലയിൽ, മുൾമരമരിയാതെരുതി തൻ നടുവിൽ ജ്വലിച്ച് പ്രകാശിച്ച് തേജസ്സോടെ നിൽക്കുന്ന ദൈവം. ഒരു മൃഗമെങ്കിലും പർവ്വതത്തിൽ കാല് ചവിട്ടരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവമക്കളെ, ഇന്നും ജീവിക്കുന്ന ദൈവം, സർവശക്തനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ മറന്നും ആ ദൈവത്തോട് മത്സരിച്ചും ആ ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടും ലോക ജീവിതത്തിൽ അഹങ്കാരത്തോടെ മുന്നേറുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടെന്ന് മനം തിരിയുന്നത് നല്ലതാണ്. സങ്കീർത്തനക്കാരൻ 4-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദൈവത്തിൻ്റെ കണ്ണെന്നെ കാണുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ അരുമനാഥൻ്റെ ആ കണ്ണുകൾ എന്നെ കണ്ടുകൊണ്ടാണ്ടിരിക്കുന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ അരുമനാഥൻ്റെ ചെവി എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഭയത്തോടും വിറയലോടും കൂടിയാണ് പാവപ്പെട്ട അടിയൻ ഇവിടെ നിൽക്കുന്നത്. സീനായ് മലയിൽ വെളിപ്പെട്ട ദൈവം, ദൈവത്തിന് തൻ്റെ പ്രകൃതി ത്യജിപ്പാൻ സാധ്യമല്ല. ആ ദൈവത്തിന് സ്തോത്രം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ മധുവയെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നു, പാടുന്നു, തീയല്ലോ ഈ മധുബ, തീ അതിനെ ചുറ്റുന്നു. ആ ഒരു ഭയത്തോടെയാണോ നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നത്? കൂട്ടായ്മയിൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടിയാണോ നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവനെ സേവിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുതന്നെയാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അതിന്റെ 12-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യം വായിച്ച്. 12-ാം അധ്യായത്തിന്റെ 22 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും. നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? അന്ന് മോശ കണ്ടതായ ആ ഞെട്ടിപ്പിക്കുന്ന രംഗം, തീജ്വാലയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം. ഇന്ന് ഈ പുതിയ നിയമവിശ്വാസികൾ വന്നിരിക്കുന്ന എവിടെയാണ്? സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. മാലാഖമാരും മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ്? ഏതെങ്കിലും ഒരു ഹോളിലല്ല, ഏതെങ്കിലും ഒരു വീട്ടിലല്ല. ദൈവത്തിന് സ്തോത്രം. തേജോമയനായ ദൈവത്തിൻ്റെ അഗ്നിജ്വാലക്കത്തെ കണ്ണിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവമക്കളെ, ദൈവനാമം മഹത്വപ്പെട്ട് പറയട്ടെ. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ വല്ലതും പഠിച്ചോ ഇന്ന്? ദൈവത്തിൻ്റെ മഹത്വം. ഈ ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ദൈവം പാപികളെ തേടി വന്നിരിക്കുന്ന ദൈവികമായിരിക്കുന്ന ഒരു പദ്ധതിയിലാണ് നിങ്ങളിപ്പോൾ ബന്ധിക്കപ്പെട്ട് നുകത്തിന് കീഴിലേക്ക് അമിക്കപ്പെട്ട് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ നന്നായി എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങൾ പിടിച്ചു കൂട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ദൈവം ഇന്നും ദഹിപ്പിക്കുന്ന അഗ്നിയായി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ നല്ലവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കരുണയാണ്, അതേ സമയത്ത് അവൻ നീതിമാനാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവനാമം മഹത്വപ്പെട്ട് നിങ്ങൾ ഈ കാര്യം പഠിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നടുങ്ങണം. ദൈവം വെറുക്കുന്ന പാപം ഇനി ഒരിക്കലും വരരുത്. പരിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന് മണമറ പോകുവാൻ തക്കവണ്ണം ഭയത്തോടും വിറയലോടും കൂടി വേണം നിങ്ങൾ ദൈവസേവ ചെയ്യാൻ വേണ്ടിയിട്ട്. ദൈവത്തിൻ്റെ കണ്ണെന്നെ കാണുന്നുള്ളായിരിക്കുന്ന ബോധ്യം വേണം. ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ. കർത്താവേ, നിന്നെ കാണേണ്ടവണ്ണം ഞാൻ ഇതുവരെയും കണ്ടില്ല. ആ ഒരു ഭയത്തോടും വിറയലോടും കൂടി ഞാൻ വചനം കേട്ടില്ല, വചനം അനുസരിച്ചില്ല. എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണെന്നെ കാണുന്നതായി ബോധ്യത്തോടെ എൻ്റെ ഓരോ അവയവവും ചലിച്ചില്ല. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്നെ തള്ളിക്കളയരുതേ, എന്നെ വെട്ടിക്കളയരുതേ. നിത്യനരകത്തിലേക്ക് പോയിക്കൊള്ളുവിൻ എന്നുള്ള ശാപത്തിൻ്റെ വാക്ക് കേൾക്കാൻ ഇടവരരുതേ. ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം വാർന്നിരിക്കുന്ന കുരിശിൻ ചോട്ടിലേക്ക് മഹാഭാവിയായ ഞാൻ കടന്നു വന്ന്, കർത്താവേ, എൻ്റെ പാപക്കറകൾ കഴുകി തരണമേ, എൻ്റെ കടച്ചിട്ട് കീറി തരണമേ, ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതണമേ. എൻ്റെ കർത്താവേ, എന്നെ ശുദ്ധീകരിച്ച് വെണ്മയും വിശുദ്ധിയുമുള്ള ഒരു ദൈവവൈതലാക്കി മാറ്റണമേ.
നമുക്ക് കർത്താവേ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ രണ്ടാമത്തെ വരവുങ്കൽ പറന്നു വരുവാൻ തക്കവണ്ണം മഹിമാവിൻ നീരാളം ചാർത്തി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെടിപ്പാക്കിയതായ സുപ്രവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽപ്പാൻ കൃപ തന്ന ഒരുക്കത്തോടെ കാത്തുകൊള്ളണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.